ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്ത മേക്കിംഗ് ആണ്. അതായത് ക്രീം ചീസി ആയിട്ടുള്ള ഒരു നല്ലൊരു പാസ്ത എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. രണ്ട് സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ പാസ്ത ഉണ്ടാക്കാനായിട്ട്. രണ്ട് വെജിറ്റബിളാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഗാർലിക്, ഓണിയൻ. റെഡ് ഓണിയൻ ആണ്. നമുക്ക് വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം, നമുക്ക് മീറ്റ് ആഡ് ചെയ്യാം, എന്ത് വേണേലും ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പാസ്ത. അതുകൊണ്ട് നമുക്ക് കുറെ ഐറ്റംസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ വെറും ഈ രണ്ട് ഉള്ള വെജിറ്റബിളിൽ നിന്ന് രണ്ടെണ്ണം മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ. ഗാർലിക് ഇമ്പോർട്ടന്റ് ആണ്. ഗാർലിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ആയിരിക്കും. അതുകൊണ്ട് ഗാർലിക് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരിക്കലും ഓപ്ഷണൽ അല്ല. സോ നമുക്കിത് എന്തായാലും ചോപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ ഓണിയൻ കുട്ടനെ മാറ്റിട്ടോ, ഓണിയൻ കുട്ടനെ മാറ്റി. ഇതാണ് നമ്മുടെ ഗാർലിക്. ഇത് നമുക്ക് ഫസ്റ്റ് നമുക്കിത് ചോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. ചോപ്പ് ചെയ്യാൻ കുറച്ചുകൂടി ഇല്ല, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്യണം. കുറച്ചും കൂടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ചോപ്പ് ചെയ്താലോ. എത്ര ഗാർലിക് ഇടുന്നോ അത്രയും നല്ല ഫ്ലേവർ ആയിരിക്കും. ബേസിൽ പാസ്തയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബേസിൽ ഇട്ടാലും കുറച്ചുകൂടി നല്ലതായിരിക്കും. പെസ്റ്റോ ഇട്ടാലും കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇനി കണ്ടോ നമ്മുടെ ചോപ്പ് ചെയ്ത സാധനങ്ങൾ. ഇനി നൈഫ് ഇപ്പോഴും ഷാർപ്പായിരിക്കണം കേട്ടോ. നല്ല ഷാർപ്പായ നൈഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാരണം അടിപൊളി ചോപ്പ് ചെയ്തിട്ടുള്ള നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ചോപ്പ് നല്ല അടിപൊളിയാന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഗാർലിക്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉണ്ടാ. പിന്നെ നൈഫ് കട്ട് ചെയ്യുമ്പോൾ വേറെ സംഭവം കൂടി ഉണ്ട്. ഫാസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊട്ടരുത്. ഇത് ഒരു കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് നൈഫ് ഇങ്ങനെ മുകളിലേക്കും താഴത്തേക്കും കൊണ്ടുപോകും. അതായത് ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ഒരു ഞാൻ ആട്ടത്തിൽ കൊണ്ടുവരാം. അപ്പൊ അതായിരിക്കും ഉദാഹരണം കണ്ടു നോക്കിക്കോ. നമ്മൾ ഒച്ചയൊന്നുമില്ല, നൈഫ് കട്ട് ചെയ്യുന്ന ഒച്ചയൊന്നുമില്ല. നമുക്ക് എത്ര ഫാസ്റ്റ് വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്ക് നോക്കാതെ നമുക്ക് നൈഫ് നോക്കുക വേണ്ട ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയൊന്നും മുറിയത്തൊന്നുമില്ല. പിന്നെ ഈ മൂന്ന് നമ്മുടെ ഗോൾഡാംസി ഒക്കെ പറയുന്നോണം 3 ഫിംഗർ ഫ്രണ്ട് 1 ഫിംഗർ ഇൻ ദ ബാക്ക്. അങ്ങനെ പറയുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് വളരെ പ്രൊഫഷണൽ ആയിട്ട്. ഇതാണ് ഒരു പ്രൊഫഷണൽ കട്ടിങ്. അപ്പൊ അതേ നമ്മുടെ അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത കാണുന്നുണ്ടോ, നല്ല ചോപ്പ് ചെയ്ത നമ്മുടെ ഗാർലിക് റെഡി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഓണിയൻ ആണ്. ഓണിയൻ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഫ്രണ്ട് ബാക്ക് ഈ രണ്ട് പോട്ടവും കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. ശരിക്കും ഈ ബാക്കിലെ ഇതെന്താ കൂനയോ, ഈ കൂന കട്ട് ചെയ്തിൽ ഈ സംഭവം കട്ട് ചെയ്യാണ്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ണീന്ന് വെള്ളം വരില്ല എന്നാണ് പറയാറ്. നമുക്ക് എന്തായാലും ഇതൊന്ന് നമുക്ക് എങ്ങനെ ഈ ഓണിയൻ എങ്ങനെ ചോപ്പ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് ചോപ്പ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എത്ര പേർക്ക് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇങ്ങനെ ചോപ്പ് ചെയ്യാൻ അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് കുനാന്നറിയാം. നമ്മുടെ ഈ സൈഡ് കട്ട് ചെയ്തു ഉണ്ടാവും. ഷാർപ്പ് നൈഫ് ആയി കഴിഞ്ഞാൽ ഈ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. താഴെയും മുകളിലും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇത് പീൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ പൊളിഞ്ഞു വരണമുണ്ടോ. ഒരു നൈഫിന്റെ ഒരു വരയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തോണ്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ നെയിം സ്ലിപ്പ് പൊട്ടിക്കുന്നോണം ആ സാധനം ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ അതിങ്ങനെ എടുക്കുന്നു, വലിച്ചെടുക്കുന്നു. അങ്ങനെ നമുക്ക് രണ്ടുപേരും കളിക്കുന്നു പെർഫെക്റ്റ് ആയിട്ട് ഓണിയൻ പീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഓണിയൻ ചോപ്പ് ചെയ്യാം. ഒരിക്കലും ഈ താഴത്തെ ഭാഗം വെക്കേണ്ട. ടോപ്പ് ഇങ്ങനെ താഴത്തെ ഭാഗം താഴേക്ക് തിരിച്ചു വെച്ചിട്ട് ഈ കൂനയുള്ള ഭാഗം താഴത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ഇതിന്റെ ടോപ്പാണ് നമ്മൾ ചോപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് ചോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നൈഫ് എപ്പോഴും ഷാർപ്പായിട്ടിരിക്കണം. അപ്പം അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് നൈഫ് ഷാർപ്പല്ലാത്തതുകൊണ്ടാണ് കൈ മുറിയുന്നത്. അപ്പോൾ ഇതാ നൈഫ് നന്നായിട്ട് ഷാർപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് ചോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഗ്യാപ്പിൽ ഇങ്ങനെ വരഞ്ഞ് ഫുള്ളായിട്ടല്ല ചെറുതായിട്ട് വയ്ക്കുക. ഓണിയൻ അടുത്ത സൈഡ് വേണമെങ്കിൽ ഓണിയൻ തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഈ ലെയർ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ സൈഡും അതേപോലെ ചെയ്യുക. ഓണിയൻ തിരിച്ച് വയ്ക്കുക, വീണ്ടും അതേപോലെ കട്ട് ചെയ്യുക. ഇപ്പോൾ നോക്കി സാധനം ഇളക്കി പോകത്തൊന്നുമില്ല, അത് താഴ്ച്ചിട്ടാലും ഇത് വീഴത്തില്ല. നമുക്ക് ചോപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നിന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ ടക്കുന്നൊരു സൗണ്ട് വെക്കും. അപ്പോൾ നമ്മുടെ ആ കൂനടക്കം പൊട്ടി വന്നു. ഇപ്പോൾ നമുക്കിനി കൈ മുറിയാനോ ഈ സാധനം ഇളക്കി പോകുന്നു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരക്കും 2 പീസും ചോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 2 പീസും ചോപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു സൈഡ് ചോപ്പ് ചെയ്ത് മാത്രം ചോപ്പ് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ കട്ട് ചെയ്തെടുത്ത് വെക്കണമെങ്കിൽ കട്ട് ചെയ്തെടുത്ത് വെക്കാം. ശരിക്കും ഒറ്റ പീസായിട്ട് എടുക്കുമ്പോൾ ഇത് ഓണിയൻ വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ഈ ഒരു പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് ഒറ്റ പീസ് മതി. ജസ്റ്റ് ഒരു പീസ് മാറ്റി വെച്ചു. ഇതിലേക്ക് ഈ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ പിടിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈ ഇങ്ങനെയൊക്കെ പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈ മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു 3 ഫിംഗർ ഫ്രണ്ടിൽ 1 ഫിംഗർ ബാക്കിൽ എന്ന് പറയുന്ന പോലെ റാംസിയുടെ അതേ ഇത് ഫോളോ ചെയ്തിട്ട് നമ്മൾ പറയാണ്. എന്നിട്ട് കണ്ടോ, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇവിടെ വീണ്ടും കാണുന്നുണ്ട്, കണ്ടോ, ഇതൊന്നും പൊട്ടിപ്പോകത്തില്ല. ഇത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വരഞ്ഞെടുത്ത് വീണ്ടും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഓണിയൻ ചോപ്പ് ചെയ്യേണ്ടതെന്നും കൂടി നമ്മൾ പഠിച്ചു. നോക്കിക്കോ, ഇതാണ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോപ്പ് ചെയ്ത ഓണിയൻ. അപ്പം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ അടുത്ത 2 ഇൻഗ്രീഡിയൻറ്റ് ചീസ്, ബട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ചീസ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചീസ് ഇടാം, ചീസ് വേണ്ട. നമ്മളിപ്പോൾ ചീസ് സോസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചീസ് സോസ് വേണ്ട, ടൊമാറ്റോ സോസ് മതി. ഇപ്പോൾ ചീസ് അലർജി ഉള്ളവർക്ക് ചീസ് ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചീസ്. അത് പാർമസൻ ചീസാണ് ശരിക്കും എക്സാക്ട്ലി ഉപയോഗിക്കേണ്ടത്. ഒരു ഇറ്റാലിയൻ ചീസാണ്, ഹാർഡ് ചീസാണ് പാർമസൻ എന്ന് പറയുന്ന ചീസ്. ചീസിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ ചീസിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം എന്താണ് പാർമസൻ ചീസ് എന്നുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോണി പാസ്തയാണ്. പിന്നെ ഞാൻ പാസ്തയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ പാസ്ത കുക്ക് ചെയ്യാനായിട്ട് 5 to 7 minutes മതി. അതായത് ഓരോ പാസ്തയ്ക്കും ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടൈമിംഗ് ആയിരിക്കും. ചില വേറെ ടൈമിംഗ് ആയിരിക്കും പല പാസ്തയും. അതിന്റെ ബാക്കിലായിട്ട് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയുടെ അവർ ഡിഫറെന്റ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇതിന്റെ ടൈം കൊടുത്തിട്ടുണ്ട്. അത് 5 to 7 minutes ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഇഷ്ടമല്ല, ടേസ്റ്റ് ഇഷ്ടമല്ല, ചീസിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ടൊമാറ്റോ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് എന്തായാലും വേറൊരു വീഡിയോയിൽ ടൊമാറ്റോ ബേസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുറച്ച് മൈദ വേണം. അതായത് ബട്ടർ വെച്ചൊരു റൂ ഉണ്ടാക്കാനാണ്. നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്യുക. നമുക്കിനി പാസ്ത ബോയിൽ ചെയ്ത് നമ്മുടെ പാസ്ത ബോയിൽ ചെയ്യാനുള്ള വെള്ളം നമ്മൾ വെച്ചു. ഒരു സോസ് പാനിൽ വെച്ചു. അതിലേക്ക് കുറച്ച് നമ്മൾ സോൾട്ട് ഇട്ടു. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കണം. ഒലീവ് ഓയിലാണെങ്കിലോ റിഫൈൻഡ് ആണെങ്കിലോ കുഴപ്പമില്ല. പക്ഷേ ഇത് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബോയിലാകുമ്പോൾ. പാസ്തയ്ക്കുള്ള വെള്ളം അവിടെ ബോയിലാകുന്നുണ്ട്. അത് ബോയിലാകുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു. നേരെ പോയി ഒരു നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ കൊടുത്ത് വെച്ചു. ഇനി പാൻ ചൂടാവുന്നവരെ, അതായത് സെമി ഫയറിൽ വെച്ചാൽ മതി. അത് കുഴപ്പമില്ല, കാരണം ബട്ടർ കരിഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മൾ ബട്ടർ ഇടുന്ന സമയത്ത്. അപ്പോൾ ഒരു സെമി ഫയറിൽ വയ്ക്കും. പാൻ ചൂടായി അതിലേക്ക് ബട്ടർ ഇടുക. 3-4 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട ശേഷം അത് നന്നായിട്ട് ഒന്ന് മെൽട്ടായി വരണം. ഒരു അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെള്ളം പോലെ അങ്ങോട്ട് മെൽട്ടായി വന്ന വരെ കുറച്ച് വെയിറ്റ് ചെയ്യുക. അധികം ബട്ടർ ഇടണ്ട കേട്ടോ, വളരെ കുറച്ച്, ഒരു 3 ക്യൂബ് ഇട്ടാൽ മതി. അതാണ് ഞാൻ ക്യൂബായിട്ട് കട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 3 ക്യൂബ് മതിയായിരിക്കും. ബട്ടർ ചെറുതായിട്ടൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഈ ബട്ടറിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യുക. മൈദ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ബട്ടർ അതിങ്ങനെ മൈദയോടൊപ്പം ചേരുമ്പോൾ ഇങ്ങനെ ഒരു സാൻഡി ടെക്സ്ചർ പോലെ വരും. അതാണ് നമുക്ക് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നല്ലൊരു സാൻഡി ടെക്സ്ചർ ആവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സോസിൻ്റെ ബേസ്.
നമ്മുടെ സോസിൽ പാലൊഴിച്ച് കൊടുത്തു. അപ്പോൾ സോസ് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സോസ് റെഡിയായി. ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചീസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെമി ഫയറിലായതുകൊണ്ട് ആ ചീസ് സ്ലോലി ഓൾറെഡി നമ്മുടെ പാനിൽ നമ്മൾ കുക്ക് ചെയ്ത് ചൂടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങനെ അലിഞ്ഞ് ആ സോസിൽ അങ്ങോട്ട് നന്നായിട്ടൊരു ഫ്ലേവർ അത് ആ ചീസ് നമുക്ക് തരും. നമ്മുടെ സോസ് റെഡിയായി. ഇനി ഇത് നമുക്കൊരു ചെറിയ ബോളിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ പാസ്ത കുക്കിംഗ് ആണ്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് പാൻ കുറച്ച് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു 3 ക്യൂബ് ബട്ടർ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അധികമൊന്നും ആഡ് ചെയ്യണ്ട, ബട്ടർ അത്രയും നല്ലതല്ല, എന്നാലും കുറച്ചൊരു 3 ക്യൂബ് അത് മതി. 3 ക്യൂബ് ഇട്ട് അതന്നെ കുറച്ച് ഓവറാണ്, 3 ക്യൂബിനെ കുറച്ച് അധികമാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അതൊന്ന് മെൽട്ടാക്കുക. എന്തിനാണ് ബട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഗാർലിക്കും ഓണിയനും നമുക്കിതിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ നമുക്ക് കുറച്ച് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഗാർലിക് ആഡ് ചെയ്യണം. നല്ല ചോപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചാൽ നല്ല അടിപൊളി ഗാർലിക്ക് ആഡ് ചെയ്ത് ഗാർലിക്ക് കുറച്ചിങ്ങനെ ആ ബട്ടറിൽ കിടന്ന് അങ്ങോട്ട് മെൽട്ടായി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും. അങ്ങനെ ലൈറ്റ് ബ്രൗൺ ആവുന്ന കളറാവുന്ന സമയത്തുമാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഗാർലിക് ബ്രൗൺ ആയി വരുമ്പോൾ അതിലേക്ക് ഓണിയൻ ആഡ് ചെയ്യുക. നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത ഓണിയൻ ഞാൻ ചോപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി ഫോളോ ചെയ്യുക വീട്ടിലൊക്കെ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഈ 2 വെജിറ്റബിളും ബട്ടറിൽ മെൽട്ടാവുമ്പോൾ കുറച്ചും കൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പാസ്ത. അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച സോസ് ആഡ് ചെയ്യുക. സോസ് ആഡ് ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. അത് നമ്മൾ പാസ്ത കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ പാസ്ത കുക്ക് ചെയ്യേണ്ട ടൈം ഒന്നും കൂടി ഞാൻ മെൻഷൻ ചെയ്യുക, 5 to 7 മിനിറ്റാണ്. അത് പാസ്ത ഏതാണോ അടിസ്ഥാനമാക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പനീനെ അടിസ്ഥാനമാക്കിയിരിക്കും. അത് ഓരോരു ഇതാണ്. അപ്പോൾ നമുക്കിനി പാസ്ത ആഡ് ചെയ്യാം. പാസ്ത ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ഫൈനൽ സ്റ്റേജായി. കുറച്ച് സോൾട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി, സോൾട്ട് വേണമെങ്കിൽ സോൾട്ട് ഇടാം. ഇതിലേക്ക് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. ചിലപ്പോൾ അതൊരു നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുക്കിംഗ് എപ്പോഴും ക്രിയേറ്റീവ് ആണല്ലോ, നമ്മുടെ ഇന്നോവേഷനാണ് കുക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇനി വെജിറ്റബിൾ വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഗാർലിക്കും ഓണിയനും കുക്ക് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിളും, ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഇടാം. പിന്നെ അതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കുറച്ചും കൂടി ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാം, അതിനൊന്നും ഒരു വിഷയമല്ല. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്നും കൂടി നല്ലൊരു മിക്സാക്കി എടുക്കണം. ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചു, എന്നാലും കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ അതിനെ ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ പാസ്ത അങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി. ഇനി നമുക്കിതൊരു നല്ലൊരു സർവിങ് ഡിഷിലേക്ക് അങ്ങോട്ട് മാറ്റിയാലോ. നമുക്ക് പൊരിക്കട്ടാ. ഇതേതാണ്ട നമ്മുടെ ക്രീമി ആൻഡ് സോസി ആയിട്ടുള്ള നല്ല അടിപൊളി പാസ്ത റെഡിയായി. കണ്ട ആ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ സോസൊക്കെ പാസ്തയിൽ പറ്റി പിടിച്ച് ഇങ്ങനെ. എൻ്റെ പൊന്നോ, കിടുക്കാച്ചി സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.